ഞാൻ കെ ബാബുവിലേക്ക് വരികയാണ്. ഈ സമ്മേളനത്തിൽ ചർച്ചയ്ക്കെടുത്ത 4ാമത്തെ അടിയന്തര പ്രമേയമാണ് ഇന്നത്തേത്. ഈ സഭ ആകെ ചർച്ചയ്ക്കെടുക്കുന്ന 17ാമത്തെ അടിയന്തര പ്രമേയം. ഇത്രയേറെ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത മറ്റൊരു സർക്കാരും ഇല്ല എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇതൊരു സന്ദേശമാണ്. ഇത് ഈ സർക്കാരിൻ്റെ ഒരു സമീപനത്തിൻ്റെ സൂചനയാണ് എന്ന തരത്തിൽ പറയുന്നുണ്ടോ, അതോ യാദൃച്ഛികമായി വളരെ സജീവമായൊരു പ്രതിപക്ഷം അപ്പുറത്തുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ വന്നു ചേർന്നു എന്നാണോ? എന്താണ് ഭരണപക്ഷത്തിന് വേണ്ടി കെ ബാബു പറയുക? 1957 ശേഷമുള്ള നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രൂപത്തിലാണ് ഏകദേശം 35-36 അടിയന്തര പ്രമേയങ്ങളാണ് ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 17 എണ്ണവും ഇന്ന് ഈ കേരളത്തിൽ ഭരിക്കുന്ന LDF ഗവൺമെൻറ്റിൻ്റെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രതിപക്ഷത്തിനുള്ളത് പറയേണ്ടത് പറയട്ടെ, ഭരണപക്ഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അത്തരം മികവുകൾ ജനങ്ങൾ അറിയട്ടെ എന്ന തീരുമാനത്തിലാണ് എല്ലാ അടിയന്തര പ്രമേയങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചതും അതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല ചർച്ചയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഈ 5 വർഷക്കാലത്തെ രണ്ടാമത് തുടർന്ന് ഭരണം എന്ന നിലയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികപരമായ പ്രതിസന്ധിയെ സംബന്ധിച്ചാണ്, അതല്ലെങ്കിൽ ധന മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടാണ്, ഈ കേരളം കടക്കണിയിലാണ് എന്ന രൂപത്തിലേക്കുള്ളൊരു റൂൾ 50 ആണ് ഇന്ന് പ്രതിപക്ഷം കൊണ്ടുവന്നത്. വളരെ സന്തോഷപൂർവമാണ് ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന രൂപത്തിലേക്ക് ചർച്ച ചെയ്തത്.